സീറ്റ് നിഷേധിച്ചതോടെ സിപിഐയുമായി ഇടഞ്ഞ സി മുകുന്ദൻ MLA UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം സ്ഥാനം രാജിവെച്ചെന്നും വേണ്ടി വന്നാൽ MLA സ്ഥാനവും രാജിവെക്കുമെന്നും മുകുന്ദൻ പറഞ്ഞു. ഇതിപ്പോ പറഞ്ഞത് എനിക്ക് കുറിച്ച് അറിയില്ല. അതിനകത്ത് അങ്ങനെ വരാനുള്ള ചില കാരണങ്ങളുണ്ട്. കാരണം കുറെ കാലം മുമ്പ് തന്നെ നമ്മുടെ സർക്കാരിൻ്റെ വലിയ പ്രോഗ്രാം നമ്മുടെ നാട്ടിക മണ്ഡലത്തിൽ വരികയുണ്ടായി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാത്തതിൻ്റെ പേരിൽ ആ സദസ്സിലുണ്ടായ ഒരു രൂക്ഷമായി വന്നൊരു വിമർശനമാണ്. അത് രൂക്ഷമായ വിമർശനം വന്നതിന് ശേഷം അതിനുശേഷം വന്ന പാർട്ടി സമ്മേളനം, ജില്ലാ സമ്മേളനം തൃശ്ശൂർ വെച്ച് അരിങ്ങാലക്കുട വെച്ച് നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ടായി. മനഃപൂർവ്വം ആ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നെ ഛേദോദം ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സമീപനമാണ് നമ്മുടെ ചില പാർട്ടിയിലെ ചില വ്യക്തികൾ നടത്തി. ആ പേരിപ്പോൾ പറയുന്നില്ല, പറയേണ്ട സമയത്ത് ഞാൻ പറയാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കുക. അതിനുശേഷമാണ് എന്നെ താത്തി കെട്ടുന്ന രീതിയിലേക്ക് സമീപനമായിട്ട് മുന്നോട്ട് പോയത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും രൂക്ഷമായ സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം. അതിനെ വെച്ചിട്ടുള്ള ചില സംസാരങ്ങളും വിഷയങ്ങളൊക്കെ നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചർച്ചയൊക്കെ നമ്മൾ വിചാരിച്ചു ഇന്നും നാളെയോ ഒക്കെ ആയിട്ട് തീരും എന്നാണ് തീരുമാനിച്ചു. പക്ഷേ എൻ്റെ സ്റ്റേറ്റ് നേതൃത്വം, പാർട്ടിയുടെ നേതൃത്വം ചിലവരെ അടിമപ്പെടുന്നുണ്ടോ എന്ന് പോലും സംശയപ്പെടുന്ന രീതിയിലുള്ള ചില വിഷയങ്ങൾ രൂക്ഷമായി വരുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ അതുമായി ഇത് ചെയ്യാൻ പാടില്ല എന്ന അടിസ്ഥാനത്തിൽ നമ്മളെ നോക്കിക്കണ്ടിരുന്ന പല സ്ഥലത്തും പാർട്ടിയുടെ ഘടകത്തിലൊക്കെ എന്നെ എതിർക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് കമ്മിറ്റിയിൽ അംഗങ്ങളാക്കി. അത് നാട്ടിക പഞ്ചായത്ത് മണ്ഡലത്തിലായാലും അതുപോലെ തന്നെ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയിലായാലും ചില വ്യക്തികൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കയറ്റി എന്നെ വിമർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ ആ കമ്മിറ്റിയിൽ കയറ്റി. ചില കമ്മിറ്റികളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ഞാൻ ബാധ്യസ്ഥനാണെങ്കിൽ ചർച്ച ചെയ്യാനും മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷേ രൂക്ഷമായൊരു വിമർശനം ഉണ്ടായത് ചേർപ്പിലത്തെ മണ്ഡലം കമ്മിറ്റിയിലാണ്. മനഃപൂർവ്വം ഇങ്ങനെ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഇത് പറയിപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു ടീം ആ കമ്മിറ്റിയിൽ വന്നിരുന്നിരുന്നു. ആ ടീമിൻ്റെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര രൂക്ഷമായ വിമർശനം ഉണ്ടായത്. അതുമാത്രമല്ല, ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അതുപോലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിലും അതുപോലെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ അത് രൂക്ഷമായി സംസാരിച്ച രണ്ട് വ്യക്തികളുടെ പേരുണ്ട്. ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മണ്ഡലത്തിൽ 125 ബൂത്തുകളുണ്ട്. 125 ബൂത്തുകൾ. ആ ബൂത്തിൽ സമാനമായ ചില രീതിയിലുള്ള പൊതുയോഗങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ബൂത്ത് അടിസ്ഥാനത്തിൽ പോയി ഞാൻ ഇതുമായി ബന്ധപ്പെടുത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളോട് മുന്നേ ബോധ്യപ്പെടുത്തും. ഇതാണ് സത്യത്തിൽ എൻ്റെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് വേറെ ഒരു നിലയ്ക്കും ആരൊക്കെ എന്ത് വിചാരിച്ചാലും ഈ മണ്ഡലത്തിൻ്റെ വികസനത്തെ കുറിച്ച് വേറെ രീതിയിൽ ആർക്കും സ്വീകരിക്കാൻ കഴിയില്ല. അത്രമാത്രം ലഭിക്കുന്ന വർക്കുകൾ മുഴുവനും നമ്മുടെ കേരളത്തിൻ്റെ എല്ലാം ഒരു തലം എടുക്കുന്ന മുഴുവൻ ഈ നാട്ടിക നിയോജകമണ്ഡലം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സപ്ലിമെൻ്റ് ഇവിടെ ഇറക്കേണ്ടായി. നിങ്ങൾക്ക് വായിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് പറയാൻ ചില ആൾക്കാർ എന്നെ വന്ന് കണ്ടു, സംസാരിച്ചു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ നിങ്ങൾ ജയിക്കുമോ? ജയിക്കലല്ല കാര്യം. ജയിക്കുക മാത്രമല്ല, എനിക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യം തുറന്നു പറയാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. അതിനുശേഷമാണ് പല പാർട്ടിക്കാരും എന്നെ വിളിച്ച് സംസാരിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ പിന്തുണ എന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുമായി പ്രചരണം ഇറങ്ങുമ്പോൾ എന്നെ സഹായിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ കൂടെ നിന്ന് ഞാൻ ഈ പ്രചരണ രംഗത്ത് തന്നെ കൂടി ഈ പ്രവർത്തന രംഗത്തുണ്ട് അവരെ കൂട്ടി വെച്ച് മുന്നോട്ട് പോകും. ഇത് KC വേണുഗോപാലും രമി ചെന്നിത്തലൊക്കെ എന്നെ വിളിക്കേണ്ടായി, കാര്യം സംസാരിച്ചു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് എനിക്കുള്ള ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ മാനസികമായിട്ട് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്, തങ്ങൾ നല്ലൊരാളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് വലിയ ചർച്ച ചെയ്യപ്പെട്ടു. എന്നിരുന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആരൊക്കെ എന്നെ സഹായിക്കുന്നുണ്ടോ അത് സഹായിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്താണെങ്കിൽ പിന്നെ ഒരു സമയം ഉണ്ടായത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ നമ്മളോടൊരു പാർട്ടി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവിധ സഹകരണം ജോസ് പള്ളി വന്നിട്ടുണ്ട്. ഏറ്റവും അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പാർട്ടി പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പൊക്കെ എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷകര അനുഭവമാണ്. ഇനിയിപ്പോൾ
പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായം ചർച്ച ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ കാര്യം മാത്രമാണ് എനിക്ക് എൻ്റെ പാർട്ടിയോട് പറയാനുള്ളത്. BJP-ക്കാർ വിളിച്ചപ്പോൾ പറയുന്നത് എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ലാത്ത ആളാണ്. ജോസ് വള്ളൂര് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. താങ്കളെ കാണുന്നതിനും കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അല്ല, ജോസ് വള്ളൂർ എന്ന കാലത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടു. എപ്പോഴാണ് കാണാൻ ചോദിച്ചൊരു സമയം പറഞ്ഞു. അപ്പോഴാണ് ജോസ് വള്ളൂർ ഇങ്ങോട്ട് വന്നത്.